ഇന്നും 4 വയസ്സായ കുഞ്ഞ് ATM-ന്റെ മുന്നിൽ സുഖമില്ലാതെ കുഴഞ്ഞു വീണ് മരിച്ചു. ആശുപത്രിയിൽ പോകാൻ പൈസ എടുക്കാൻ ക്യൂ നിൽക്കുക. എന്നിട്ട് വലിയ സിനിമാ നടന്മാരൊക്കെ പറയാ 33,000 കോടി കൊണ്ടുപോയി കുവൈറ്റിൽ ചെലവാക്കിയിട്ട് കോടാനുകോടി ഉണ്ടാക്കി വെളുപ്പിച്ചിട്ട് ഈ പാവപ്പെട്ടവനൊക്കെ നമ്മളൊക്കെ കള്ളുകുടിയന്മാരാക്കിയില്ലേ. കള്ളുകുടിയൻ പോയിട്ട് ബിവറേജസിൽ ക്യൂ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് അവിടെ ക്യൂ നിൽക്കാൻ പ്രശ്നമില്ലല്ലോ, പിന്നെന്താ ബാങ്കിൽ പോയി ക്യൂ നിന്നാലെന്ന് അവിടുത്തെ ഉച്ചിഷ്ടം ഭക്ഷിച്ചിട്ട് സിനിമാ നടന്മാര് വിളിച്ചു പറയേണ്ട ഗതികളിലേക്ക് ആരുടെ ഉമ്മയാ പോയി ക്യൂ നിൽക്കുന്നത്? ആരുടെ ഉപ്പയാ പോയി ക്യൂ നിൽക്കുന്നത്? ആരുടെ ഭാര്യയെ പോയി ക്യൂ നിൽക്കുന്നത്? ഏത് പാവപ്പെട്ടവന്റെ ഭാര്യയെ പോയി ക്യൂ നിൽക്കുന്നത്? ഈ പറയുന്ന സുഖലോലുപതയുടെ മടിത്തട്ടില് അഹങ്കരിച്ച് വ്യഭിചരിച്ച് കല്ലുകുടിച്ച് മദ്യപിച്ചിട്ട് എന്താണ് പാവപ്പെട്ടവന്റെ അവസ്ഥയെന്ന്, വിശപ്പെന്താണ്, പട്ടിണി എന്തെന്നും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഇതേപോലുള്ള ഫിലിം സ്റ്റാറുകള് പാവപ്പെട്ട മൂവന്മാരെയും പെണ്ണന്മാരെയും കള്ളുകുടിയന്മാരാക്കിയിരിക്കാൻ ബിവറേജസിൽ ക്യൂ നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് പോയിട്ട് ബാങ്കിൽ ക്യൂ നിന്നാൽ എന്താ? 33,000 കോടി ചെലവാക്കിക്കൊണ്ട് വെളുപ്പിച്ചു. ആർക്കെങ്കിലും ചോദിക്കാൻ ആവശ്യമുണ്ടോ? കള്ളപ്പണക്കാർ എവനാ പോയി നിൽക്കുന്നത്? അംബാനി വെളുപ്പിച്ചു, അദാനി വെളുപ്പിച്ചു. 4,000 രൂപയ്ക്ക് ജിയോ എന്ന് പറഞ്ഞൊരു സാധനം വിളിച്ചാൽ കിട്ടുമോ? ഇല്ല. മുന്നിൽ ഒരു അക്ഷരം കൂടെ ചേർക്കണം, മൂൻ. അപ്പൊ സംഭവം ശരിയായിരിക്കും. അതിനും കൂടെ ചേർത്തോ, കറക്റ്റാ ജിയോടെ പേരിട്ട നല്ല പേരാ. കിട്ടത്തില്ല വിളിച്ചാലും. വെളുപ്പിക്കേണ്ടത് വെളുപ്പിച്ചില്ലേ, കിട്ടേണ്ടത് കിട്ടിയില്ലേ? നമ്മളൊക്കെ വിഡ്ഢികള്. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് രാവിലെ പോയി വെയിൽ കൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കിക്കൊണ്ട് പൈസ ബാങ്കിൽ ഇട്ടിട്ട് നമ്മൾ അത് എടുക്കണമെങ്കിൽ ക്യൂ നിൽക്കണം. 2,000 രൂപയ്ക്ക് ക്യൂ നിൽക്കണം അല്ലേ?